Good evening all. Today's our topic operating system concerns problems. Okay. Then what are the operating system concerns? In every aspects, operating system have some responsibilities. Thus, there will be problems. For an example, our module is based on concurrency of execution of processes. Okay, so by the assistance of concurrency in the design and management issues of an operating system, there are so many problems due to the concurrency of processes. First of all, we must keep track of the processes with the help of PCPs. കാരണം ഒന്നിൽ കൂടുതൽ പ്രോസസ്സുകൾ വർക്ക് ചെയ്യുമ്പോൾ ഓരോ പ്രോസസ്സിനെയും അവരുടെ പ്രോസസ്സിങ് അല്ലെങ്കിൽ എക്സിക്യൂഷൻ നമുക്ക് മോണിറ്റർ ചെയ്യേണ്ടതായിട്ട് നിർബന്ധിതമായിട്ട് വരികയാണ്. അപ്പോൾ അതൊരു കാര്യമാണ്. അടുത്തത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഒരു പ്രോസസ്സിന് വേണ്ട, ഒരു ആക്റ്റീവ് പ്രോസസ്സിന് വേണ്ട റിസോഴ്സ് അലോക്കേഷൻസ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നടത്തുമ്പോൾ മൾട്ടിപ്പിൾ പ്രോസസ്സുകൾ ഇങ്ങനെ വർക്ക് ചെയ്യാണ്. സെയിം റിസോഴ്സിനെ ആക്സസ് ചെയ്യാൻ അവർക്കൊരു ടെൻഡൻസി ഉണ്ടാവാം, മേ ബി ആവശ്യമുള്ളതുകൊണ്ട് തന്നെ. സോ അവിടെയും പ്രശ്നങ്ങൾ ഉടലെടുക്കും. സോ ഇനി എന്തൊക്കെയാണ് ഈ റിസോഴ്സസ്? OS മറ്റാൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞു. എന്തെല്ലാമാണത്? പ്രോസസ്സർ ടൈം. ഓക്കെ, അപ്പോൾ ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ആദ്യം കിട്ടണം എന്നുള്ളൊരു ത്വര എന്തായാലും ഉണ്ടാവും. സോ പ്രോസസ്സർ ടൈം. പിന്നെ മെമ്മറി ഏരിയ. അപ്പോൾ വിർച്വൽ മെമ്മറി കൺസെപ്റ്റ് അത് വേറെ ഉണ്ട്. അപ്പോൾ അവിടെ അതിൻ്റെ മാപ്പിങ്ങും കാര്യങ്ങളും അങ്ങനെ നടക്കണം. ഓക്കെ, പിന്നെ ഫയൽസ്, IO ഡിവൈസസ്, ഇതൊക്കെ റിസോഴ്സുകൾ തന്നെയാണ്. ഓക്കെ, ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റം മസ്റ്റ് പ്രൊട്ടക്റ്റ് ദ ഡാറ്റ ആൻഡ് ഫിസിക്കൽ റിസോഴ്സസ് ഓഫ് ഈച്ച് പ്രോസസ്സ് എഗെയിൻസ്റ്റ് അൺഇൻറ്റൻഡഡ് ഇൻ്റർഫിറൻസ് ബൈ അതർ പ്രോസസ്സസ്. ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്താണ്, പല ആവശ്യങ്ങൾക്കും ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇവർക്ക് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടെന്ന് അറിയാതെ തന്നെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു പോകും. കാരണം പല ഷെയറിങ് ഒബ്ജക്റ്റുകളെ അവർ ആക്സസ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കേസുകളിലൊക്കെ ഇവർ പരസ്പരം എന്താണ് വരുന്നുണ്ട്. അപ്പോൾ ഓരോ പ്രോസസ്സിൻ്റെ ഫിസിക്കൽ ഉള്ള റിസോഴ്സുകളെയും ഡാറ്റയെയും പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കണം. അത് വേറൊരു ഇഷ്യൂ. ഓക്കെ, പിന്നെ അടുത്തത് the functioning of a process and the output it produce must be independent of the speed at which its execution is carried out relative to the speed of other concurrent processes. ഇത് മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രോസസ്സ് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെന്തായാലും എന്തിനു വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്? ഒരു ഔട്ട്പുട്ട് ക്രിയേഷന് വേണ്ടിയിട്ടാണ്, അല്ലേ? അപ്പോൾ ഒരു പ്രോസസ്സ് എന്തായാലും ആ ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യും, അതിനാണല്ലോ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇവർക്ക് പറയുന്ന സമയത്തിന് ഫിനിഷ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. കാരണം ഒരുപാട് ആൾക്കാർ ഒന്നിച്ച് വർക്ക് ചെയ്യാണ്. അപ്പോൾ CPU അവൈലബിൾ ആവണം, മെമ്മറി അവൈലബിൾ ആവണം, IO ഡിവൈസുകൾ വേണ്ടപ്പോൾ കിട്ടിയിരിക്കണം. അങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ട്. ഓക്കെ, എന്തായാലും ഇവർക്ക് കിട്ടും, ഇവർ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ അതൊരിക്കലും ഇവരുടെ എക്സിക്യൂഷൻ സ്പീഡിനെ ബേസ് ചെയ്തിട്ട് മാറൊന്നുമില്ല. റെസ്പോൺസ് ടൈമിൽ വ്യത്യാസം വരാം, ബട്ട് ദ റിസൾട്ട് എന്തായിരിക്കും, മറ്റൊരാളെ ബാധിക്കാത്ത രീതിയിൽ മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും ഒരു 4 പോയിൻ്റ് ഇഷ്യൂസാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൺസേൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് ഇൻറ്ററാക്ഷൻ? അതായത് പ്രോസസ്സ് ഇൻറ്ററാക്ഷനാണ് അടുത്ത ടോപ്പിക്ക്. പ്രോസസ്സുകൾ ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോൾ എന്തായാലും അവിടെ ഒരു ഇൻട്രാക്ഷൻ വരും. പക്ഷേ ആ ഇൻട്രാക്ഷൻസ് ഒരു 3 രീതിയിലാണ്. ഫസ്റ്റ് ഓഫ് ആൾ, ഒരു പ്രോസസ്സ് മറ്റേ പ്രോസസ്സ് അവിടെ ഉണ്ട് എന്ന് അറിയാതെ വർക്ക് ചെയ്യാണ്. കൺകറൻസി ഉണ്ട്, ബട്ട് ഒരാൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ധാരണയാണ്. അതൊരു കോമ്പറ്റീഷൻ എന്നുള്ള റിലേഷൻഷിപ്പിലാണ് വരിക. അപ്പോൾ ആ റിലേഷനിൽ വരികയാണെങ്കിൽ ഇവിടെയുള്ള എന്താണ് അവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ രീതി എന്ന് വെച്ചാൽ, ഒരാളുണ്ടെന്ന് മറ്റാൾ അറിയുന്നില്ല. അപ്പോൾ ഒരു പ്രോസസ്സിൻ്റെ റിസൾട്ട് മറ്റേ പ്രോസസ്സിൻ്റെ ആക്ഷന് ഇൻഡിപെൻഡൻ്റ് ആണ്.
അത് ബാധിക്കില്ല, പക്ഷെ ടൈമിങ്ങിന് ബാധിക്കാം. ഓക്കെ, പിന്നെ ഇവിടെ എന്തെല്ലാം പൊട്ടൻഷ്യൽ കൺട്രോൾ പ്രോബ്ലംസ് വരും? മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, ഓക്കെ, ഡെഡ് ലോക്ക് ഓഫ് റിന്യൂവൽ റിസോഴ്സസ്, സ്റ്റാർവേഷൻ. ഈ 3 പ്രോബ്ലംസും ഇവിടെ കയറി വരും. ഓക്കെ, ചാൻസുകളുണ്ട്. അടുത്തത് ഇൻഡയറക്റ്റ്ലി അവെയറാണ് മറ്റാൾ അവിടെ ഉണ്ട് എന്നുള്ളത്. മനസ്സിലായോ? കാരണം അവർ തമ്മിൽ ഒരു ഒബ്ജക്റ്റിനെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇയാൾക്ക് ഇഷ്ടമുള്ളപ്പോൾ അയാളെ യൂസ് ചെയ്യുന്നു ആ ഒരു ഒബ്ജക്റ്റിനെ, മറ്റാളുടെ ടൈമിലും യൂസ് ചെയ്യുന്നു. ബട്ട് ഇതിന് ആരോ യൂസ് ചെയ്യുന്നുണ്ട് എന്നൊരു ചെറിയ ധാരണ ഉണ്ട്. ഡയറക്റ്റ് ഇല്ല, ഇൻഡയറക്റ്റ്. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിനെയാണ് കോപ്പറേഷൻ ബൈ ഷെയറിങ് എന്ന് പറയാം. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് കോപ്പറേഷനാണ്, മറ്റേത് കോമ്പറ്റീഷനുമാണ്. ഓക്കെ, ഇവിടെയും എന്താണ്, ഒരാളുടെ റിസൾട്ട് മറ്റൊരാളുടെ റിസൾട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ, ഷെയർഡ് ഒബ്ജക്റ്റ് ഉണ്ട്. ടൈമിങ് മേ ബി എഫക്റ്റ് ചെയ്യാം, അതെല്ലാ കേസിലും അങ്ങനെ തന്നെയാണ് ടൈമിങ്. ഓക്കെ, ഇവിടെ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ഉണ്ട്, ഡെഡ് ലോക്ക് ഉണ്ട്, സ്റ്റാർവേഷൻ ഉണ്ട്. പുതിയൊരു സംഭവം കൂടിയുണ്ട്, ഡാറ്റ കൊഹറൻസ്. അതായത് ഡാറ്റനെ ഇവർ ഷെയർ ചെയ്യുന്നതുകൊണ്ട് പലവരും ഈ സെയിം ഡാറ്റൻ്റെ മുകളിൽ പല അപ്ഡേഷൻസും നടത്തും. അപ്പോൾ ഒരാൾ നടത്തിയ അപ്ഡേഷൻ മറ്റാൾ അറിയാതെ ആക്സസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ കൊണ്ടുവരണം. ഓക്കെ, അറ്റ് എ ടൈം ഒരാൾ മാത്രം യൂസ് ചെയ്യണം. അതിന് ശേഷം എന്ത് റിസൾട്ടാണോ അതായിരിക്കണം മറ്റാൾ കാണേണ്ടത് എന്നുള്ള ഒരു രീതിക്കായിരിക്കണം മൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് ഡാറ്റ കൊഹറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് ഡയറക്റ്റ്ലി അവെയറാണ്, മറ്റൊരു പ്രോസസ്സ് അവിടെ വർക്കിംഗ് ആണ് എന്നുള്ളത്. കാരണം എന്താ, ഇവർ തമ്മിൽ മെസ്സേജ് പാസിങ് വഴി, പ്രിമിറ്റീവ്സ് വഴി എന്താണ് ചെറിയ കമാൻഡ്സ് വഴി ഇവർ കമ്മ്യൂണിക്കേറ്റഡ് ആണ്. ഇതിനെയാണ് കോപ്പറേഷൻ ബൈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോപ്പറേഷൻ ബൈ ഷെയറിങ്, കോപ്പറേഷൻ ബൈ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കോമ്പറ്റീഷൻ, ഇങ്ങനെയുള്ള 3 റിലേഷൻഷിപ്പിലൂടെയാണ് 3 രീതിയിലുള്ള പ്രോസസ് ഇൻട്രാക്ഷൻസ് ഒരു കൺകറൻസി സിസ്റ്റത്തിൽ നടക്കുന്നത്. അപ്പോൾ ഇനി ഇവിടെ വരുന്ന സംഭവം എന്താണ്, ഇവിടെയും ഒരു കോപ്പറേഷൻ ഉണ്ടോ റിസൾട്ട് ബാധിക്കും, കോമ്പറ്റീഷൻ ആകുമ്പോൾ റിസൾട്ട് ബാധിക്കില്ല. മനസ്സിലായോ? ടൈമിങ് എല്ലാ സമയത്തും ഓക്കെയാണ്. ഇവിടെ ഡെഡ് ലോക്കും സ്റ്റാർവേഷനും ഉണ്ട്. മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്താണ്, ഇല്ല. കാരണം എന്താ, ഇവർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അറിയാം രണ്ടാളും ഒപ്പം വർക്ക് ചെയ്യുകയാണ്, ഞാനിപ്പോൾ ഇതെടുക്കുന്നുണ്ട് എന്ന് അറിയിച്ച മറ്റാൾ ആ ഭാഗത്തേക്ക് വരില്ല. അപ്പോൾ അവിടെ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ നിർബന്ധിതമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അവിടെ വരുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ഡെഡ് ലോക്ക് ഉണ്ടാവാം. ഓക്കെ, അതേപോലെ സ്റ്റാർവേഷനും എന്താണ് വരാം. അപ്പോൾ ഈ ഒരു സംഭവത്തിന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാണ് വിത്ത് സം നോട്ടീസബിൾ എക്സാമ്പിൾസ്. ഓക്കെ, പ്രോസസ്സേഴ്സ് അൺഅവെയർ ഓഫ് ഈച്ച് അതർ. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് എടുത്തിരിക്കുകയാണ്, പരസ്പരം അറിയില്ല എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും ചെറിയ വല്ല മൈന്യൂട്ട് പോയിൻറ്റ്സ് മേ ബി ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യും. അപ്പോൾ ഇവർ ഇൻഡിപെൻഡൻ്റ് പ്രോസസ്സുകളാണ്. അതായത് അവർ ഒന്നിച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയവരല്ല, അവർ ഇൻഡിപെൻഡൻ്റാണ്. അതാണ് പ്രോസസ്സസ് മറ്റാളുണ്ടെന്നുള്ള ഒരു ബോധമില്ലായ്മ. കാരണം അവർ ഒന്നിച്ച് വർക്ക് ചെയ്യാനുള്ളവരല്ല, അതുകൊണ്ട് തന്നെ ഇൻഡിപെൻഡൻറ്റ് പ്രോസസ്സുകളാണ്. അപ്പോൾ ഇവർ ബാച്ച് പ്രോസസ്സുകളാവാം, ബാച്ച് ജോബ്സ്, ബാച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. അതായത് ഒന്നിച്ചൊരു സെറ്റൻ കൊടുക്കും. ആ സെറ്റ് ജോബ്സൊക്കെ 1 by 1 ആയിട്ട് ആര് ചെയ്യും, ഒരേപോലെയുള്ള ജോബ്സിനെ ഒന്നിച്ചൊക്കെ ഗ്രൂപ്പ് ചെയ്തിട്ട് അങ്ങോട്ട് കൊടുക്കും. അങ്ങനെയുള്ള ഐറ്റംസ് ആവാം, ഇൻട്രാക്റ്റീവ് സെഷൻസ് ആവാം. ഓക്കെ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് റൺ ചെയ്യുന്ന പ്രോസസ്സുകളാവാം. ഇതിൻ്റെയൊക്കെ മിക്സ്ചറും ആവാം. എങ്ങനെയുള്ള കൺകറൻസി ആയാലും ഇവർ തമ്മിൽ ഒന്നിച്ച് വർക്ക് ചെയ്യില്ല. ഓക്കെ, although the processes are not working together, the OS need to be concerned about competition for resources. ഇവർ ഒന്നിച്ച് വർക്ക് ചെയ്യൊന്നുമില്ല, പക്ഷെ OSന് അപ്പോഴും അവിടെ ഒരു പ്രശ്നമാണ്. കാരണം എന്താ, ഈ OS ആണല്ലോ ഈ ഉള്ള എല്ലാ പ്രോസസ്സുകൾക്കും റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യുന്ന ആൾ.
അപ്പോൾ മൂപ്പർക്ക് എപ്പോഴും എന്താണ്, ഇവർ തമ്മിൽ ഒരു എന്താണ് ഒന്നിച്ച് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഇവർക്ക് പ്രശ്നമാണ്. കാരണം റിസോഴ്സിൻ്റെ എണ്ണം കുറവായിരിക്കും എപ്പോഴും, മേ ബി. ഓക്കെ, അപ്പോൾ അവർ തമ്മിൽ അതിന് വേണ്ടി ഒരു മത്സരം നടക്കുമ്പോൾ അത് അലോക്കേറ്റ് ചെയ്യുന്ന ആൾക്ക് തന്നെയാണല്ലോ ഹെഡേക്ക് വരിക. അതാണ്. ഫോർ എൻ എക്സാമ്പിൾ, 2 ഇൻഡിപെൻഡൻറ്റ് ആപ്ലിക്കേഷൻസ് മേ ബോത്ത് വാണ്ട് ടു ആക്സസ് ദ സെയിം ഡിസ്ക് ഓർ ഫയൽ ഓർ പ്രിൻ്റർ. അപ്പോൾ പ്രിൻ്ററിൻ്റെ കേസാണ് നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ എക്സാമ്പിൾ. അതിൻ്റെ കൂടെ ഫയൽ ആൻഡ് ഡിസ്കും കൂടെ വരുന്നുണ്ട്. ഓക്കെ, ഇതിലേതും ആവാം. അപ്പോൾ പ്രിൻ്ററിൻ്റെ കേസാണ് ഞാൻ എക്സാമ്പിളായിട്ട് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ 2 ആപ്ലിക്കേഷൻസിന് പ്രിൻ്റ് കമാൻഡ് നമ്മൾ കൊടുത്തു. അപ്പോൾ ഇവർ ഒന്നിച്ച് വർക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നവരാണെങ്കിൽ എന്തായിരിക്കും റിസൾട്ട്? ഒരാളുടെ ഒരു ലൈന്, മറ്റാളുടെ മറ്റേ ലൈന്, അങ്ങനെ 1 by 1 ആയിട്ട് നമ്മൾ 2 പേർക്കും ഉദ്ദേശിച്ച റിസൾട്ടും കിട്ടില്ല. ആർക്കും വേണ്ടാത്തൊരു റിസൾട്ടായിരിക്കും പ്രിൻ്റ് ഔട്ടായിട്ട് വരിക, ഹാർഡ് കോപ്പി ആയിട്ട് കിട്ടുക. സോ ഇതിൻ്റെ ആക്സസിനെ OS റെഗുലേറ്റ് ചെയ്യണം. അതാണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ അവിടെ നിർബന്ധിതമാകണം. ആരും പ്രിൻ്റർ യൂസ് ചെയ്യാതെ ഇരുന്ന ആകപ്പാട് സ്റ്റക്കായി. ഓക്കെ, അവിടെ ഡെഡ് ലോക്ക് വരും. പിന്നെ സ്റ്റാർവേഷൻ, ഒരാൾ ഇതിനായിട്ട് വെയിറ്റ് ചെയ്യുക കുറേ സമയം, അപ്പോൾ അവിടെ സ്റ്റാർവേഷൻ വരും. അപ്പം ഈ ഒരു ഇതാണ്, അതായത് ഇവരൊക്കെ സെപ്പറേറ്റ് ഐസൊലേറ്റഡ് പ്രോസസ്സുകളാണ്, ഒന്നിച്ച് വർക്ക് ചെയ്യുന്നില്ല. എന്നാലും OSന് അവിടെ ഒരു തലവേദനയാണ്. കാരണം എന്താണ്, ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് സെയിം ആളുകൾക്ക് വേണ്ടിയിട്ട് മത്സരിക്കും. ഒറ്റ പ്രിൻ്ററേ ഉള്ളൂ. അപ്പോൾ 2 ആപ്ലിക്കേഷൻസും പ്രിൻ്റ് കൊടുത്തു. അപ്പോൾ പ്രിൻ്റർ ആദ്യം ആരെ ചെയ്യണം, അത് OS തീരുമാനിക്കണം ആദ്യം ആരെ ചെയ്യണം. ഓക്കെ, processes indirectly aware of each other. These are the processes that are not necessarily aware of each other by their respective process ID. അതാണ് എന്തുകൊണ്ടാണ് ഇൻഡയറക്റ്റ് ആണെന്ന് പറയുന്നത്. ഇവർ പരസ്പരം ഒരു എന്താണ് ഷെയറിങ് ഒബ്ജക്റ്റിനെ ഷെയർ ചെയ്യുന്ന സമയത്ത് ഇവർ ഇൻട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ഡയറക്റ്റ് ഒരാൾക്ക് മെസ്സേജ് അയച്ച് അവരുടെ പ്രോസസ് ID ഡെസ്റ്റിനേഷനാക്കിയിട്ട് ഒരു മെസ്സേജൊന്നും അയക്കുന്നില്ല. അതായത് നേരിട്ട് പേര് വിളിച്ച് കമ്മ്യൂണിക്കേഷൻ ഇല്ല. അതേസമയം ഇപ്പം ഇങ്ങനെ പറയില്ലേ, 2 അയൽവാസികൾ കമ്മ്യൂണിക്കേഷൻ ഇല്ല. ബട്ട് ഒരു പൊതു കിണറുണ്ടെങ്കിൽ ആ 2ലെയും വെള്ളം ഇവരെന്ത് ചെയ്യും, 2 പേരും യൂസ് ചെയ്യും. ഓക്കെ, ആ ഒരു കൺസെപ്റ്റാണ്. മനസ്സിലായല്ലോ. അപ്പോൾ പ്രോസസ് ID വെച്ചിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. എന്നാൽ ചില ഒബ്ജക്റ്റുകളെ ഷെയർ ചെയ്യും. അപ്പോൾ IO ബഫർ, ഇൻപുട്ട് ഔട്ട്പുട്ട് 2 ആൾക്കും വേണ്ടി വരും, ഇൻപുട്ട് ഔട്ട്പുട്ടും. അതിന് ആ ബഫർ ഏരിയ അങ്ങനെ ആയിരിക്കും. അപ്പോൾ സച്ച് പ്രോസസ്സസ് എക്സിബിറ്റ് കോപ്പറേഷൻ ഇൻ ഷെയറിങ് ദ കോമൺ ഓബ്ജക്റ്റ്. അപ്പോൾ ആ കോമൺ ഓബ്ജക്റ്റിനെ ഷെയർ ചെയ്തിട്ടാണ് കോപ്പറേഷൻ അവിടെ കൊണ്ടുവരുന്നത്. ഇനി ലാസ്റ്റ് ആൻഡ് തേർഡ് വൺ എന്താണ്, പ്രോസസ്സസ് ഡയറക്റ്റ്ലി അവെയർ ഓഫ് ഈച്ച് അതർ. അതായത് പ്രോസസ് ID വെച്ചിട്ട് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ എന്താണ്, ഇതും കോപ്പറേഷൻ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 3 മെത്തേഡിലൂടെയും നമുക്ക് കിട്ടിയ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു ക്ലിയർ കട്ട് കണ്ടീഷൻ ഇല്ല. Several processes may exhibit aspects of both competition and cooperation. ഇപ്പോൾ 2 പ്രോസസ്സുകൾ കോപ്പറേഷൻ ആണെന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും ഒരു കോപ്പറേഷൻ ഒന്നാവില്ല. ചില സമയത്ത് ഇവർ കോമ്പറ്റീഷൻ മൈൻഡും ഉണ്ടായിരിക്കും. ഇനി ഇവർ 2 പേരും കോമ്പറ്റീറ്റീവാണ്, ടീഷനിലാണ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ഇവർ ഭയങ്കര കോപ്പറേഷനുമായിരിക്കും. അപ്പോൾ ഒരു ക്ലിയർ കട്ട് കണ്ടീഷൻ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ഏത് വഴി പോയാലും OSന് കുറച്ച് തലവേദനയുണ്ട്. സോ ഇനി നമ്മൾ ആ റിലേഷൻഷിപ്പിനെ വെച്ചിട്ടുള്ള ഒരു ഡിസ്കഷനിലാണ്. കോമ്പറ്റീഷൻ എമംഗ് പ്രോസസ്സസ് ഫോർ റിസോഴ്സസിന് വേണ്ടിയിട്ടാണ് കോമ്പറ്റീഷൻ നടക്കുക. കൺകറൻസി സിറ്റുവേഷനിലെ പ്രോസസ്സുകൾ. അപ്പോൾ കൺകറൻറ്റ് പ്രോസസ്സസ് കം ഇൻ ടു കോൺഫ്ലിക്റ്റ് വിത്ത് ഈച്ച് അതർ വെൻ ദേ ആർ കോമ്പീറ്റിംഗ് ഫോർ ദ യൂസ് ഓഫ് ദ സെയിം റിസോഴ്സിന് വേണ്ടിയിട്ടാണ് ഇവർ കോമ്പീറ്റ് ചെയ്യുന്നത്. 2 or more processes need to access
എ റിസോഴ്സ് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ദെയർ എക്സിക്യൂഷൻ. അവർ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് ഇവർ ഒരു റിസോഴ്സിന് വേണ്ടി കോമ്പീറ്റ് ചെയ്യുക. Each process is unaware of the existence of other processes and each is be also unaffected. രണ്ട് പേർക്കും മറ്റാളുണ്ട് എന്ന് അറിയത്തുമില്ല, എന്നാൽ ഒരാളുടെ റിസൾട്ട് മറ്റാളെ ബാധിക്കില്ല. ഓക്കെ, പക്ഷേ each process should leave the resource that the uses unaffected the state of others. രണ്ട് പേരും റിസോഴ്സുകളെ യൂസ് ചെയ്ത് ലീവ് ചെയ്യും. കാരണം എന്താ, മറ്റാളെ ബാധിക്കരുതല്ലോ. അതുകൊണ്ട് തന്നെ ഒരു എക്സാമ്പിളായിട്ട് IO ഡിവൈസ്, മെമ്മറി, പ്രോസസ് ടൈം, ക്ലോക്ക്, ഇതൊക്കെയാണ് ക്ലോക്ക് ടിക്സ് റിസോഴ്സുകളായിട്ട് അറിയുന്നത്. ദർ ഈസ് നോ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ ദ കോമ്പീറ്റിംഗ് പ്രോസസ്സസ്. പ്രോസസ് ID വെച്ചിട്ടോ വെക്കാതെയോ ഒരു തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല. ഓക്കെ, ദ എക്സിക്യൂഷൻ ഓഫ് വൺ പ്രോസസ് മേ എഫക്റ്റ് ദ ബിഹേവിയർ ഓഫ് കോമ്പീറ്റിംഗ് പ്രോസസ്. അതായത് ടൈമിങ്ങിൽ ഇവരെന്താണ് എഫക്റ്റ് ആവും. കാരണം മറ്റാൾക്കും കൂടെ ഉള്ള സമയം ഇയാൾക്ക് കിട്ടാതെ ഇരിക്കും, അപ്പോൾ ഇയാൾ ലേറ്റ് ആവും. മനസ്സിലായില്ലേ? അപ്പം ഒന്നിച്ച് ഒരു കമ്മ്യൂണിക്കേഷനൊന്നുമില്ല. ടുഗദർ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ OSന് തലവേദനയാണ്. കാരണം ഒരു സംഭവത്തിന് വേണ്ടി ഇവർ കോമ്പീറ്റ് ചെയ്യും, പിന്നെ ടൈമിങ്ങിനെ ബാധിക്കും. ഓക്കെ, if two processes both wish access to a single resource, then one process will be allocated that resource by the OS and the other will have to wait. ഓക്കെ, ഒരു റിസോഴ്സേ ഉള്ളൂ, രണ്ട് പ്രോസസ്സുകൾക്ക് ആവശ്യമാണ്. OS ഒരാൾക്ക് അത് അലോക്കേറ്റ് ചെയ്തു, അപ്പോൾ മറ്റാൾ എന്തായാലും വെയിറ്റ് ചെയ്യണം. Therefore the process that is denied access will be slowed down. അപ്പോൾ എന്തായാലും മറ്റാൾ എന്തായി സ്ലോഡ് ഡൗൺ ആവും. വിചാരിച്ച ടൈമിലൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. In an extreme case, the blocked process may never get access to the resource and hence will never terminate successfully. So, deadlock. അപ്പോൾ ചില സമയത്ത് ഇതിൻ്റെ എക്സ്ട്രീം കേസ് എന്ന് പറയുന്നത് സ്ലോ ഡൗൺ ഒന്നും ആവില്ല, ഡെഡ് ലോക്ക് തന്നെ ആയിട്ട് മാറും. കാരണം ഇയാൾക്ക് ഒരിക്കലും റിക്വസ്റ്റ് ചെയ്ത റിസോഴ്സിനെ കിട്ടാതിരിക്കും. ഓക്കെ, in the case of competing processes, 3 control problems must be faced. 3 പ്രോബ്ലംസ് ആണ്: മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, സ്റ്റാർവേഷൻ ആൻഡ് ഡെഡ് ലോക്ക്. അപ്പോൾ എങ്ങനെയുണ്ട്? സപ്പോസ് 2 or more processes require access to a single non-shareable resource such as printer. അപ്പോൾ 2 or more പ്രോസസ്സുകൾക്ക് പ്രിൻ്റർ വേണം. ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് എക്സിക്യൂഷൻ, ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഈച്ച് പ്രോസസ് വിൽ ബി സെൻഡിങ് കമാൻഡ്സ് ടു ദ IO ഡിവൈസ്. അതായത് പ്രിൻ്ററിലേക്ക് പ്രിൻറ്റിംഗ് കമാൻഡ് 3 പേരും അയക്കുന്നു. റിസീവിങ് സ്റ്റാറ്റസ് ഇൻഫർമേഷൻ, സെൻഡിങ് ഡാറ്റ ആൻഡ് റിസീവിങ് ഡാറ്റ. അതായത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മെൻഷൻ ചെയ്യാം ഈ സമയത്ത്. ഇനി അൺഷെയറബിൾ റിസോഴ്സ്, ഇവിടെ അൺഷെയറബിൾ റിസോഴ്സായ പ്രിൻ്ററിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ റിസോഴ്സ്. ഓക്കെ, അയാളെ വെച്ചിട്ടാണ് ഇവർ കോമ്പീറ്റ് ചെയ്യുന്നത്. സോ അയാളുടെ പേര് ക്രിട്ടിക്കൽ റിസോഴ്സാണ്. ആൻഡ് ദ പോർഷൻ ഓഫ് ദ പ്രോഗ്രാം ദാറ്റ് യൂസസ് ദ റിസോഴ്സ് ക്രിട്ടിക്കൽ സെക്ഷൻ. ഈ പ്രിൻ്റർ എന്ന ക്രിട്ടിക്കൽ റിസോഴ്സിനെ യൂസ് ചെയ്യുന്ന പ്രോസസ്സിൻ്റെ പോർഷനെ നമ്മൾ ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയും. Only one program at a time allowed in its critical section. പല ക്രിട്ടിക്കൽ സെക്ഷൻസും പല പ്രോസസ്സുകളുടെയും കോഡിൻ്റെ അകത്തുണ്ടാവും. ഈ പറഞ്ഞ അവരവരുടെ ക്രിട്ടിക്കൽ സെക്ഷനിൽ തന്നെ അറ്റ് എ ടൈം ഒരാൾക്ക് ഒരാളുടെ ക്രിട്ടിക്കൽ സെക്ഷനിൽ കിടക്കാൻ അനുവാദമുള്ളൂ. അതായത് P1ൻ്റെ ക്രിട്ടിക്കൽ സെക്ഷനിൽ P1 എൻ്റർ ചെയ്താൽ P2ൻ്റെ ക്രിട്ടിക്കൽ സെക്ഷനിൽ ഒരിക്കലും ആര് എൻ്റർ ചെയ്യരുത്? P2 എൻ്റർ ചെയ്യരുത്. P1 പുറത്ത് വന്നാലേ കയറാൻ പറ്റും, അത് P3 ആയാലും ആരായാലും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഏരിയ തന്നെയാണ് ക്രിട്ടിക്കൽ സെക്ഷൻ. അങ്ങനെയുള്ള ഒബ്ജക്റ്റാണ് ക്രിട്ടിക്കൽ റിസോഴ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ സെക്ഷനിൽ യൂസ് ചെയ്യുന്ന ഒബ്ജക്റ്റ് കോമൺ ആണ്. മനസ്സിലായില്ലേ? പലവരുടെ സെക്ഷൻസാണ്
പല പ്രോസസ്സുകളുടെ കോഡിൻ്റെ അകത്തുള്ളൊരു പോർഷനാണ് ഈ ക്രിട്ടിക്കൽ സെക്ഷൻ. പക്ഷെ അവർ യൂസ് ചെയ്യുന്ന ക്രിട്ടിക്കൽ റിസോഴ്സ് സെയിം ആയതുകൊണ്ടാണ് അറ്റ് എ ടൈം ഏതെങ്കിലും ഒരാൾ മാത്രമേ അവരവരുടെ ക്രിട്ടിക്കൽ സെക്ഷനിൽ പ്രസൻ്റ് ആവാൻ പാടുള്ളൂ. We cannot simply rely on the OS about a restriction. യാതൊരു റെസ്ട്രിക്ഷനും ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ വരുത്താൻ OSന് നമുക്ക് കമ്പൽ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പ്രിൻ്ററിൻ്റെ കേസാണ്. ഇപ്പോൾ OS മനഃപൂർവ്വം ഇവിടെ കോപ്പറേഷൻ കൊണ്ടുവരികയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ ഉണ്ടാവുക? P1ഉം P2 പിന്നെ പ്രിൻറ്റിങ് കമാൻഡ്സ് കൊടുക്കുന്നു. അപ്പോൾ ആദ്യം P2ൻ്റെ അല്ലെങ്കിൽ P1ൻ്റെ ഒരു ലൈന് പ്രിൻ്റ് ചെയ്യുന്നു, അടുത്ത ലൈന് മറ്റാളുടേതാവും. അപ്പോൾ അവിടെ ഒരു ഇൻ്റർലീവിങ് ഇത്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ആർക്കും വിചാരിച്ച റിസൾട്ടും ഉണ്ടാവില്ല, ആർക്കും വേണ്ടാത്തൊരു ഔട്ട്പുട്ടും ആയിരിക്കും അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. സോ അപ്പോൾ ഇവിടെ നിർബന്ധിതമായിട്ടും മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്നുള്ള കേസ് നമ്മൾ കൊണ്ടുവരണം. ഇനി അടുത്തത് ഡെഡ് ലോക്കാണ്. എൻഫോഴ്സ്മെൻറ്റ് ഓഫ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ക്രിയേറ്റ്സ് 2 അഡീഷണൽ. യഥാർത്ഥത്തിൽ നമ്മളൊരു മ്യൂച്വൽ എക്സ്ക്ലൂഷൻ കൊണ്ടുവരുമ്പോഴാണ് ഇവരിങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരിക. ഒരാൾ കയറിയാൽ പിന്നെ കയറാൻ പറ്റത്തില്ലല്ലോ. സോ അപ്പോൾ ഈ മ്യൂച്വൽ എക്സ്ക്ലൂഷനാണ് യഥാർത്ഥത്തിൽ ഡെഡ് ലോക്ക് ആൻഡ് സ്റ്റാർവേഷൻ എന്നുള്ള മറ്റൊരു അഡീഷണൽ കൺട്രോൾ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ എൻ എക്സാമ്പിൾ, കൺസിഡർ 2 processes and 2 resources. Each process need both resources if രണ്ടാൾക്കും 2 റിസോഴ്സും വേണം. 2 റിസോഴ്സും 2 പ്രോസസ്സുമാണ്. രണ്ടാൾക്കും 2 റിസോഴ്സും വേണം. അപ്പോൾ OS ആദ്യമേ ഒരു അസൈൻമെൻറ്റ് നടത്തും. ഭയങ്കര നീതിപരമായിട്ടുള്ളൊരു അസൈൻമെൻറ്റാണ് എപ്പോഴും OS കാഴ്ചവെക്കുക. സപ്പോസ് P2ന് R1ഉം കൊടുത്തു, അതുകൊണ്ട് തന്നെ P1ന് R2ഉം കൊടുത്തു. ഓക്കെ, അപ്പം പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ഒരിക്കലും ഈ കൊടുത്തിട്ടുള്ള കിട്ടിയ റിസോഴ്സിനെ റിലീസ് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവരുടേതായിട്ടുള്ള ന്യായമുണ്ട്. അതായത് മറ്റേ റിസോഴ്സും കൂടെ കിട്ടിയാലേ ഇവർ മൊത്തത്തിൽ പണി തീർത്ത് ഈ ഇവരുടെ എല്ലാ റിസോഴ്സുകളെയും ഇവർ റിലീസ് ചെയ്യുള്ളൂ. അത് അവരവരുടെ സ്റ്റേറ്റ്മെൻറ്റാണ്. പക്ഷേ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും പിടിച്ച് ഈ 2 പ്രോസസ്സുകളും നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ ഒരു സിറ്റുവേഷനെയാണ് 2 പ്രോസസ്സുകളും ഡെഡ് ലോക്കായി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ദ തേർഡ് കൺട്രോൾ പ്രോബ്ലമാണ് നമ്മളുടെ സ്റ്റാർവേഷൻ. അപ്പോൾ സ്റ്റാർവേഷൻ്റെ കേസ് പറയുമ്പോൾ ചില കോണ്ടസ്റ്റുകളിൽ ഒരു മൈന്യൂട്ട് വെയിറ്റിങ്ങിനെ വരെ സ്റ്റാർവേഷൻ എന്ന് നമ്മൾ എന്ത് ചെയ്യാം, മെൻഷൻ ചെയ്യാറുണ്ട്. അതേസമയം ഇവിടെ പറയുന്ന സ്റ്റാർവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് 3 പ്രോസസ്സുകൾ P1, P2, P3 ഒരു സിംഗിൾ റിസോഴ്സായ R. അപ്പോൾ ഈ R പീരിയോഡിക്കലി ഓരോരുത്തരിങ്ങനെ സമയം ചിട്ടപ്പെടുത്തി ഓരോ സ്ലോട്ടാവുമ്പോൾ അവരതിങ്ങനെ യൂസ് ചെയ്ത് പോകുന്നു. നല്ലൊരു കോപ്പറേഷനിലൂടെയാണ് അവർ മൂവ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഇങ്ങനത്തെ ഒരു കേസും കൂടെ വരാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം P1ന് R-നെ കൊടുത്തു. അപ്പോൾ P2 P3 എന്തായി, ഡിലേഡായി. അതേപോലെ R-ന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരായി. P1ൻ്റെ പരിപാടി കഴിഞ്ഞപ്പോൾ അത് റിലീസ് ചെയ്തു. അപ്പോൾ P3ക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് കൊടുത്തു, R-നെ കൊടുത്തു. അപ്പോൾ P1ഉം P2 ഇപ്പോൾ വെയിറ്റിംഗ് ആണ്. കാരണം P1ന് സ്ലോട്ട് അനുസരിച്ചാണല്ലോ. അപ്പോൾ അവർ 2 പേരുണ്ട്. തീർന്നിരിക്കണമെങ്കിൽ ആ വഴിക്ക് പോകും, പക്ഷേ തീർന്നിട്ടില്ലെങ്കിൽ P1ഉം കൂടെ വെയിറ്റ് ചെയ്യും. അപ്പോൾ ഭയങ്കര ഹൈ പ്രയോറിറ്റിയോട് കൂടി P1ന് തന്നെയാണ് വീണ്ടും R-നെ OS P3ക്ക് ശേഷം അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ P2 ഇപ്പോൾ കുറേ സമയമായിട്ട് എന്താണ്, ഒന്നും കിട്ടാതിരിക്കുകയാണ്. അപ്പോൾ ഇയാളുടെ ഈ ഒരു ഇൻഫിനിറ്റ് ഡിനൈഡ് ആക്സസിനെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഡെഡ് ലോക്ക് ഇല്ല, സംഭവം സിസ്റ്റം കറങ്ങുന്നുണ്ട്. കാരണം എന്താ, ഒന്നെങ്കിൽ P3 അല്ലെങ്കിൽ P1 ഇങ്ങനെ മാറി മാറി സംഭവം മൂവ് ചെയ്യുന്നുണ്ട്. CPU അവിടെ സ്റ്റക്കായിട്ടില്ല. മനസ്സിലായോ? ഏതെങ്കിലുമൊക്കെ പ്രോസസ്സുകൾ മൂവിങ് ആണ്. പക്ഷേ P2 അനന്തമായ ഒരു വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഡെഡ് ലോക്ക് ഇല്ല, ബട്ട് സ്റ്റാർവേഷനുണ്ട്. ഓക്കെ, അപ്പോൾ
നിർബന്ധിതമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? മ്യൂച്വൽ എക്സ്ക്ലൂഷൻ പ്രോസസ്സുകൾക്ക് കൊടുക്കണം. ഇപ്പോൾ ഒരു N പ്രോസസ്സ് ഉണ്ടെങ്കിൽ N കോഡുകളും ഉണ്ടാവും, അതിൽ N ക്രിട്ടിക്കൽ സെക്ഷൻസ് ഉണ്ടാവും. 6 എന്നുള്ള റിസോഴ്സിന് വേണ്ടിയിട്ടാണ് എൻ്റർ ക്രിട്ടിക്കലും എക്സിറ്റ് ക്രിട്ടിക്കലും രേഖപ്പെടുത്തുന്നത്. അതിൻ്റെ ഇടയിലാണ് ക്രിട്ടിക്കൽ സെക്ഷൻ ഉണ്ടാവുക. അപ്പോൾ എന്തിനാണ് ഈ എൻട്രി ആൻഡ് എക്സിറ്റ് കോഡ് വെക്കുന്നത്? കാരണം ഈ 6 എല്ലാവർക്കും കോമൺ ആണ്. ഒരു 6 ഏതെങ്കിലും പ്രോസസ്സുകളിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ മറ്റേ പ്രോസസ്സുകളിൽ 6നെ ആരും യൂസ് ചെയ്യാൻ പാടില്ല. സോ അതിന് എൻട്രി എക്സിറ്റ് വേണം. അപ്പോൾ അതൊരു സ്റ്റാറ്റിക് ഫ്ലാഗായിരിക്കും. ആ ഫ്ലാഗിനെ ഒരാൾ ഓൺ ഓഫ് ആക്കിയാൽ മറ്റാൾക്കൊക്കെ ബാധകമാണ്. അപ്പോൾ ആരാണ് ഇപ്പോൾ കയറിയിരിക്കണമെന്ന്, ആരോ കയറിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യണം എന്നുള്ള കോൺസെപ്റ്റിലേക്ക് മറ്റവരെത്തും. ഇതാണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. അപ്പം ഈച്ച് പ്രോസസ്സ് ഇൻവോൾവ് ക്രിട്ടിക്കൽ സെക്ഷൻ ദാറ്റ് ഓപ്പറേറ്റ് RA റിസോഴ്സ്. ഓക്കെ, റിസോഴ്സിന് പേര് കൊടുത്തതാണ് RA. അഡീഷണൽ കോഡ് പ്രിസീഡിങ് ആൻഡ് ഫോളോയിങ് ക്രിട്ടിക്കൽ സെക്ഷൻ ദാറ്റ് ഡസ് നോട്ട് ഇൻവോൾവ് RA ഇല്ലാത്ത സെക്ഷൻസാണ് എൻട്രി ആൻഡ് എക്സിറ്റ്. ഓക്കെ, അതിൻ്റെ അപ്പുറം ഇപ്പുറം ഉള്ളത്. ആൾ പ്രോസസ്സസ് നീഡ് RA. Therefore, critical section at a time may allow single process. To enforce mutual exclusion, 2 functions are provided: enter critical and exit critical. Okay. അപ്പോൾ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ ഈ RAനെ ആരെങ്കിലും ഒരാൾ മാത്രം യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഈ 2 ഫങ്ഷൻസ് നമ്മൾ ക്രിട്ടിക്കൽ സെക്ഷൻ്റെ തുടക്കത്തിലും എൻഡിങ്ങിലും കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി കോപ്പറേഷൻ എമംഗ് പ്രോസസ്സസ് ബൈ ഷെയറിങ്. ഇതാണ് കോമ്പറ്റീഷൻ. കോമ്പറ്റീഷനിൽ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ശക്തമാക്കണം. ഡെഡ് ലോക്ക് ഉണ്ടാവാം, സ്റ്റാർവേഷന്, ഇതിനൊക്കെ ചാൻസ് വരാം. ഡെഡ് ലോക്ക് ഇല്ലെങ്കിലും സ്റ്റാർവേഷൻ വരാം എന്നുള്ളതൊക്കെയാണ് പറഞ്ഞത്. ഒരിക്കൽ നമ്മൾ ചർച്ച ചെയ്തത് തന്നെയാണ്. ഇനി അടുത്തതിലേക്ക് പോവുകയാണെങ്കിൽ കോപ്പറേഷൻ എമംഗ് പ്രോസസ്സസ് ബൈ ഷെയറിങ്. എ പ്രോസസ് ഇൻട്രാക്ട് വിത്ത് അതർ പ്രോസസ്സസ് വിത്തൗട്ട് അവെയർ ഓഫ് ദം. ഒരാൾ അറിഞ്ഞുകൊണ്ടല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ബട്ട് ഇവരുടെ എക്സിക്യൂഷൻ ടൈമിൽ ഇവരറിയാതെ കുറച്ച് ഷെയർഡ് വേരിയബിൾസ് അല്ലെങ്കിൽ ഡാറ്റാബേസ് ഒക്കെ ഷെയർ ചെയ്ത് ഇവർ പരസ്പരം ഒരു കമ്മ്യൂണിക്കേഷനിലേക്ക് വരികയാണ്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ഇല്ല, ഒരു കോപ്പറേഷൻ വരികയാണ്. അപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ നമ്മൾ ലോകത്തുള്ള മറ്റാരെയും അറിയുന്നൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്ന ഡാറ്റാബേസ് ചില വെബ്സൈറ്റ്സുമായി ലോകത്തിൻ്റെ അങ്ങറ്റത്തുള്ള ഒരാളും കൂടെ അത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെന്തായി, നമുക്ക് ബോധം ഉണ്ടായിട്ടല്ല, ബട്ട് നമ്മളൊരു കോപ്പറേഷനിലാണ്. ഓക്കെ, അതാണ് ഉദ്ദേശം. Processes use and share data without refer other processes, but now that other processes may have access to the same data. പരസ്പരം അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും അവർ ഷെയർ ചെയ്യുന്നുണ്ട്, പക്ഷേ എന്തോ ഒരു അവബോധം ഉണ്ടാവും. ഇപ്പോൾ ഫോർ ആൻ എക്സാമ്പിൾ നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഏതെങ്കിലും ഒരു ബാങ്ക് എടുക്കുക, ഇപ്പോൾ ഫെഡറലോ SBI ഏതെങ്കിലും ആവട്ടെ, അതിൽ എനിക്കവിടെ ഒരു അക്കൗണ്ട് ഉണ്ട്. എൻ്റെ ധാരണ ഞാൻ മാത്രമാണ് ബാങ്കിൻ്റെ ഇത്, കാരണം എന്നെ വേറെ ആരും ഒന്നും ചെയ്യുന്നൊന്നുമില്ല. ബട്ട് അതാണോ നമുക്ക് അറിയില്ലേ, ആ ബാങ്കിൽ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്, എന്നെപ്പോലുള്ള മറ്റുള്ളവരും ഉണ്ടെന്ന് നമുക്കൊരു ബോധമുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ട്, മനസ്സിലായോ? ഇൻഡയറക്റ്റ്ലി അറിയാം, അതാണ്. അപ്പോൾ അറിഞ്ഞുകൊണ്ടല്ല, പേര് വിളിച്ചുള്ള കമ്മ്യൂണിക്കേഷനല്ല, ഇല്ലാത്ത ഒരു കോപ്പറേഷൻ കൊണ്ടുവരാം. ഓക്കെ, therefore processes must cooperate to ensure that the data that they share must properly maintain. അപ്പോൾ ഇവിടെ വരുന്ന പ്രോബ്ലം എന്താണ്? എന്തോ ഒരു രീതിയിൽ ഇവർ ഷെയറിങ് ഉണ്ട്, ഈ ഒരു ഡാറ്റാബേസിനെ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാനൊരു ഡാറ്റ യൂസ് ചെയ്താൽ അതിനെ പ്രോപ്പറായിട്ട് കൺസിസ്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ബാധ്യതയും കൂടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇതിലാണ് ഇൻ കേസ് ഓഫ് ഡാറ്റ ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ഇൻ കേസ് ഓഫ് ഡാറ്റ ഇൻ റിസോഴ്സസ് ലൈക്ക് മെമ്മറി ഡിവൈസസ് ദാറ്റ് സ്റ്റിൽ പ്രസൻറ്റ് ഡെഡ്ലോക്ക്, മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ആൻഡ് സ്റ്റാർവേഷൻ. ഡിഫറൻസ് ഈസ് ദാറ്റ് ഡാറ്റ ആർ ആക്സസ്ഡ് ഇൻ 2 മോഡ്സ്.
അതായത് ഇവിടെയൊക്കെ ഈ മുമ്പ് കൺട്രോൾ പ്രോബ്ലംസ് ഈ 3 ഐറ്റംസും ഉണ്ട്. എന്നാലും ഇവിടെ 2 ടൈപ്പ് ഡാറ്റ ആക്സസിങ് ആണ് വരിക. ഒന്ന് റീഡിങ് ആൻഡ് റൈറ്റിംഗ്. റീഡ് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഒരു ഷെയർഡ് ഒബ്ജക്റ്റിൽ നിന്ന് ഒരു ഡാറ്റയെ റീഡ് ചെയ്യുമ്പോൾ മറ്റാളെ ബാധിക്കില്ല. ഞാനതിനെ എഡിറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് അത് മറ്റുള്ളവർക്ക് പ്രശ്നമായിട്ട് വരിക. അവിടെയാണ് ഡാറ്റ ഇൻറ്റഗ്രിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഔട്ട് ഓഫ് ദം റൈറ്റിംഗ് നീഡ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. ഓക്കെ, ഹവർ over these problems, mutual exclusion, deadlock and starvation, a new requirement is introduced, data coherent. ഓക്കെ, അതാണ് ഒരാൾ ഒരു ഡാറ്റയെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരെ ഏത് സമയത്ത് കാണണം എന്നുള്ളതും കൂടെ നമ്മൾ നോക്കണം. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു അക്കൗണ്ടിൽ ഒരു ജോയിൻ്റ് അക്കൗണ്ടാണെന്ന് വിചാരിക്കാം. ഞാൻ വേറെ ഏതോ ബ്രാഞ്ചിൽ നിന്ന് ഇതിൽ ഇത്ര ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് എന്ത് ചെയ്തു, വിഡ്രോ ചെയ്തു. മനസ്സിലായോ? മറ്റേ ആളത് അറിഞ്ഞിട്ടില്ല. മറ്റാളും അത്ര ഉണ്ടെന്ന് വെച്ചിട്ട് അങ്ങോട്ട് വിഡ്രോ ചെയ്യും. അപ്പോൾ മിനിമം ബാലൻസിലേക്കൊക്കെ എത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കേസ്. അപ്പോൾ അവിടെ ഡാറ്റ കൊഹറൻ്റ് എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ ഫോഴ്സ് ചെയ്യണം. കൺസിഡർ ബുക്ക് കീപ്പിംഗ് ആപ്ലിക്കേഷൻ വെർ വേരിയസ് ഡാറ്റ ഐറ്റംസ് മേ ബി അപ്ഡേറ്റഡ്. സപ്പോസ് 2 ഡാറ്റ ഐറ്റംസ് എ ആൻഡ് ബി ആണ് കേട്ടോ. അത് 7 ആയി പോയതാണ്, ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. മെയിൻറ്റെയിൻ ദ റിലേഷൻഷിപ്പ് എ ഈക്വൽ ടു ബി. ദാറ്റ് ഈസ് എനി പ്രോഗ്രാം അപ്ഡേറ്റ് 1 വാല്യൂ മസ്റ്റ് ഓൾസോ അപ്ഡേറ്റ് ദ അതർ ടു മെയിൻറ്റെയിൻ ദ റിലേഷൻഷിപ്പ്. അതായത് എ ആൻഡ് ബി എന്ന് പറയുന്ന 2 വേരിയബിൾസോ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കാം. അവർ തുല്യമായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ആ ഒരു ഡാറ്റാ ബേസിൻ്റെ കൺസിസ്റ്റൻസി. ഓക്കെ, അല്ലെങ്കിൽ ഡാറ്റ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ P1 P2 എന്നുള്ള 2 കൺകറൻറ്റ് പ്രോസസ്സുകളാണ്. അവർ എനെ A+1 ചെയ്താൽ ബിനെയും B+1 ചെയ്യും. എന്താണോ എയിൽ അപ്ലൈ ചെയ്യുന്നത് അത് ബിയിലും അവർ അപ്ലൈ ചെയ്തിരിക്കും. സപ്പോസ് എന്താണ് P1 ചെയ്യുന്നത്, P1 A ഈക്വൽ ടു A+1 ആണെങ്കിൽ ബിനെയും B+B1. ഓക്കെ, P2 B ഈക്വൽ ടു 2 ഇൻറ്റു ബി, A ഈക്വൽ ടു 2 ഇൻറ്റു എ. ഹിയർ P1 ആൻഡ് P2 ടേക്കൺ സെപ്പറേറ്റ്ലി, it will leave share data in a consistent state, that is A is equal to B. റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യും. എന്നാൽ ഈ ഒരു കേസിൽ നോക്കാം. കൺസിഡർ കൺകറൻറ്റ് എക്സിക്യൂഷൻ ഓഫ് P1 ആൻഡ് P2. അതായത് ഇവർ രണ്ടുപേരും സെപ്പറേറ്റ് ആണെങ്കിലും ഇവർ ആ ഒരു ഡാറ്റ ഇൻറ്റഗ്രിറ്റി അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇനി ഇവർ പരസ്പരം കൺകറൻ്റ്ലി പാരലലായിട്ട് റൺ ചെയ്യുകയാണ്. അപ്പോൾ ഇവരുടെ കൺസെപ്റ്റിൽ P1 A ഈക്വൽ ടു A+1 ചെയ്തു. അപ്പോൾ കൺസിഡർ കൺകറൻറ്റ് എക്സിക്യൂഷൻ ഓഫ് P1 ആൻഡ് P2 ബോത്ത് റെസ്പെക്റ്റ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. അപ്പോൾ കയറി കഴിഞ്ഞാൽ അവർ തന്നെയാണ് അവിടുത്തെ താരം. അതാണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് P1ൻ്റെ ഊഴാവുമ്പോൾ A ഈക്വൽ ടു A+1 ചെയ്യും, B ഈക്വൽ ടു 2 ഇൻറ്റു ബിയും ചെയ്യും. ഓക്കെ, അപ്പോൾ എയുടെയും ബിയുടെയും വാല്യൂ ഫസ്റ്റ് ഓഫ് ഓൾ 1 ആണ്. അപ്പോൾ P1 കഴിഞ്ഞപ്പോൾ എയുടെ വാല്യൂ എന്തായി, 2 ആയി. ബിയുടെ വാല്യൂ 2 ആയി. ഓക്കെ, ഇനി P2 ആണ്. P2യിലേക്ക് കടന്നപ്പോൾ 2+1 ബിയുടെ വാല്യൂ 3 ആയി. എയുടെ വാല്യൂ, അതായത് P1 എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എയുടെയും ബിയുടെയും വാല്യൂസ് എന്താണ്, സെയിം ആണ്. റിലേഷൻഷിപ്പും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ബട്ട് P2ൻ്റെ കേസ് ഇപ്പോൾ എന്തായി, P2ൽ 3 ആണ് ബി, എയുടെ വാല്യൂ 4 ആണ്. അപ്പോൾ 2 പ്രോസസ്സുകൾക്ക് ശേഷം A ഈക്വൽ ടു ബി എന്നുള്ള ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യണം, മ്യൂച്വൽ എക്സ്ക്ലൂഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കും. ഓക്കെ, അതായത് ക്രിട്ടിക്കൽ സെക്ഷനിൽ ഇടണം എല്ലാ സീക്വൻസും. ഇനി കോപ്പറേഷൻ എമംഗ് പ്രോസസ്സസ് ബൈ കമ്മ്യൂണിക്കേഷൻ.
അതായത് പ്രോസസ് ഐ ഡി അല്ലെങ്കിൽ പേര് വിളിച്ച് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക പ്രിമൈസസ് വെച്ചിട്ട്, അതായത് ചെറിയ ചെറിയ കമാൻഡ്സും കാര്യങ്ങളും വെച്ചിട്ട്. ഇൻ ബോത്ത് ദ പ്രീവിയസ് കേസസ് ഈച്ച് പ്രോസസ്സസ് ആർ ഐസൊലേറ്റഡ് ആണ്. ഓരോ പ്രോസസ്സുകളും ഐസൊലേറ്റഡ് ആണ്. അതായത് കമ്മ്യൂണിക്കേഷൻ ഡയറക്റ്റ് ഇല്ല. അത് കോമ്പറ്റീഷൻ ആയാലും കോപ്പറേഷൻ ബൈ ഷെയറിങ് ആയാലും. ഇൻറ്ററാക്ഷൻസ് ആർ ഇൻഡയറക്റ്റുമാണ്. ഇൻ ബോത്ത് കേസസ് ദർ ഇസ് ഷെയറിങ്. അതായത് പ്രീവിയസ് പറഞ്ഞ കോമ്പറ്റീഷൻ ആയാലും കോപ്പറേഷൻ ബൈ ഷെയറിങ് ആയാലും പ്രോസസ്സ് ഐസൊലേറ്റഡ് ആണ്, ഇൻറ്ററാക്ഷൻസ് ഇൻഡയറക്റ്റുമാണ്. ബട്ട് രണ്ട് ടൈമിലും അവിടെ ഷെയറിങ് വരുന്നുണ്ട്. ഇപ്പോൾ പ്രിൻ്റർ ആയാലും ഷെയർ ചെയ്തു, കോമ്പീറ്റ് ചെയ്യുന്നവരും അല്ലാത്തവരും അല്ലേ. അവിടെ ഇപ്പോൾ ബാങ്ക് ആണെങ്കിലും ഷെയർ ചെയ്യുന്നുണ്ട്. ഇൻ കേസ് ഓഫ് കോമ്പറ്റീഷൻ ഷെയറിങ് റിസോഴ്സ് വിത്തൗട്ട് അവെയർ ഓഫ് അതർ പ്രോസസ്സസ്. മറ്റ് പ്രോസസ്സ് ഉണ്ട് എന്നുള്ള ധാരണ ഇല്ലാതെയാണ് റിസോഴ്സിനെ ഷെയർ ചെയ്യുന്നത്. അതേസമയം ഇൻ കേസ് ഓഫ് ഷെയറിങ്ങിൻ്റെ കേസിൽ, അതായത് രണ്ടാമത്തെ കേസിൽ ഷെയറിങ് ഓഫ് ഡാറ്റ ഓർ വാല്യൂസ് ഈസ് വിത്തൗട്ട് എക്സ്പ്ലിസിറ്റ് അവെയർ ഓഫ് അതർ പ്രോസസ്സസ്, ഓൺലി അവെയർ ടു മെയിൻറ്റെയിൻ ഡാറ്റ ഇൻറ്റഗ്രിറ്റി. ഡാറ്റ ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളൊരു ബോധത്തോടു കൂടി മാത്രം, മറ്റാളുണ്ട് എന്നുള്ള ബോധം ഇല്ലെങ്കിൽ കൂടെ കീപ്പ് ചെയ്യുന്നു. ഓക്കെ. ഇനി മൂന്നാമത്തെ കേസിലേക്ക് വരികയാണെങ്കിൽ ഇത് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള കേസാണ്. ആൾ പ്രോസസ്സസ് ആർ ആൻറ്റിസിപ്പേറ്റഡ് ഇൻ കോമൺ എഫർട്ട്. ദാറ്റ് ഈസ് ലിങ്ക്സ് ആൾ പ്രോസസ്സസ്. ദാറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് സിങ്ക്രോണൈസേഷൻ. അതായത് പ്രോസസ്സുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് അവിടെ എന്തുണ്ടാവുന്നത്, സിങ്ക്രോണൈസേഷൻ വരെ ഉണ്ടാവുന്നത്. കോർഡിനേറ്റ് വേരിയസ് ആക്ടിവിറ്റീസ്. കമ്മ്യൂണിക്കേഷൻ ബൈ മെസ്സേജസ് ആണ്. പ്രിമിറ്റീവ്സ് ഫോർ സെൻഡ് ആൻഡ് റിസീവ് മേ പ്രൊവൈഡഡ് ബൈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഓർ OS kernel because nothing is shared between processes is act of message passing. ഒരു പ്രോസസ്സുകൾ എന്തെങ്കിലും ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. സോ രണ്ട് പ്രോസസ്സുകളുടെ കമ്മ്യൂണിക്കേഷൻ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഫങ്ഷൻസ് ഉണ്ടാക്കേണ്ടത് ഒന്നെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എഴുതുന്ന പ്രോഗ്രാമേഴ്സ് ആയിരിക്കണം, ഇല്ലെങ്കിൽ ഓക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ചില ഫങ്ഷൻസ് ഉണ്ടാവും, ഇല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കേണലാണ്. ഓക്കെ, കാരണം ഷെയർ ചെയ്യണോ അവിടെ മെസ്സേജ് പാസ് ചെയ്യണം. മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ഈസ് നോട്ട് റിക്വയർ. ഇവിടെ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ്റെ ആവശ്യമില്ല. കാരണം ഒരാളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷമാണ് അവർ തമ്മിലുള്ള കോൺവെർസേഷൻ അല്ലെങ്കിൽ ഷെയറിങ് നടക്കുന്നത്. അപ്പോൾ എന്താണ്, ആ ഒരു കോമൺ ഒബ്ജക്റ്റിനെ ആരും വേറെ സമയത്ത് ഷെയർ ചെയ്യില്ല. ബട്ട് ഡെഡ് ലോക്കും സ്റ്റാർവേഷനും സ്റ്റിൽ പ്രസൻ്റാണ്. അതെങ്ങനെയെന്നുള്ള എക്സാമ്പിളാണ് നോക്കുന്നത്. രണ്ട് പ്രോസസ്സുകൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. കാരണം രണ്ടു പേർക്കും ആളുമായിട്ട് എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ ഡെഡ് ലോക്ക് വരും. ഇനി സ്റ്റാർവേഷൻ്റെ കേസ് 3 പ്രോസസ്സുകളുണ്ട്. P1 try to communicate to P2 and P3. P2 and P3 communicate to P1. Then P1 and P2 exchange information, communication occur repeatedly, while P3 blocked waiting for a communication from P1. അപ്പോൾ സംഭവം അവിടെ വേറെ ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിലെ ചില ആൾക്കാരിങ്ങനെ ക്യൂവിൽ തള്ളപ്പെടും. മറ്റാളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ വെയിറ്റ് ചെയ്ത് സോ അത് സ്റ്റാർവേറ്റഡായി മാറും. ഓക്കെ, അപ്പോൾ ദർ ഇസ് നോ ഡെഡ് ലോക്ക് ബിക്കോസ് P1 റിമൈൻസ് ആക്റ്റീവ്. P1 ആക്റ്റീവായിട്ട് നടക്കുകയാണ്, പക്ഷേ P1 ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ വേണ്ടി കാത്തു നിന്ന് സ്റ്റാർവേറ്റഡായി. അപ്പോൾ ഇതാണ് ഒരു ടോപ്പിക്ക്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൺസേൺസ് ആൻഡ് ഇൻട്രാക്ഷൻസ് ആണ്. കൺസേൺസ് കൺകറൻസി ടൈമിൽ ഒരു 4 പോയിൻറ്റ്സ് പറയുന്നുണ്ട്. അതിനുശേഷം പ്രോസസ്സ് ഇൻട്രാക്ഷനാണ്. അപ്പോൾ പ്രോസസ്സ് ഇൻട്രാക്ഷൻ 3 ടൈപ്പാണ്. അതിൽ 3 റിലേഷൻഷിപ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യണം.
3 ടൈപ്പ് ഇൻട്രാക്ഷൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. അവിടെ ഉണ്ടാകുന്ന കൺട്രോൾ പ്രോബ്ലംസിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ചെയ്യണം. അപ്പോൾ അതാണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ താങ്ക് യു. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ആസ്ക്.